Hello everyone, welcome to my channel. Today we are going to learn sets. 11th സ്റ്റാൻഡേർഡിലെ സെറ്റ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്റ്റ്, നമ്പേഴ്സ് ഓർ തിങ്സ്. അതായത് നമ്മൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, ഇപ്പോൾ എല്ലാവർക്കും വെൽ ഡിഫൈൻഡ് മീൻസ് എല്ലാവരുടെയും ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളൊരു സെറ്റായിരിക്കും. അതായത് ഇപ്പം നോക്കുകയാണെങ്കിൽ 10 വരെയുള്ള 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ്, അതിപ്പം 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 അല്ലേ, 8 9 10. ഇത് 10 വരെയുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കി നോക്ക്. ഇപ്പം നമ്മൾ സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 വരെ എടുക്കാം. ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞാലും ഇത് 6 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ഇത് തന്നെയാണ് വരിക. വേറൊരാൾ എഴുതിയാലും ഇതേ ആൻസർ തന്നെയാണ് വരിക. അതായത് ഇതൊരു വെൽ ഡിഫൈൻഡ് ആണ്. അതേസമയം നമ്മളിപ്പം ഭംഗിയുള്ള ഒരു പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഭംഗിയുള്ള ചിത്രങ്ങൾ, പൂക്കളുടെ അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് അല്ലെങ്കിൽ അങ്ങനെ, അതായത് അതൊരു ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ക്യാരക്ടർ വാരി ചെയ്യുന്നത്. ഇപ്പം നല്ല ഭംഗിയുള്ള കുട്ടികളുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഭംഗി തോന്നുന്നത്, ഇപ്പം എനിക്ക് ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭംഗി തോന്നണമെന്നില്ല അല്ലേ. അതേപോലെ നല്ല ടേസ്റ്റുള്ള ഫുഡ്, ആ ഫുഡിൻ്റെ ടേസ്റ്റ് എനിക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. നമ്മളുടെ രണ്ട് കൂട്ടരുടെയും ടേസ്റ്റ് എന്തായിരിക്കണം? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു വെൽ ഡിഫൈൻഡ് അല്ല. അതേസമയം ഇന്ത്യയിലുള്ള റിവേഴ്സിൻ്റെ ഗ്രൂപ്പ്, അതെന്ന് പറഞ്ഞാൽ അതിപ്പം ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ഇന്ത്യയിലെ റിവേഴ്സുകളുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ റിവേഴ്സ് എത്രത്തോളം റിവേഴ്സ് ഉണ്ടോ അതൊക്കെ അതിൽ പെടും. അപ്പോൾ അതായത് അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ട് നമ്മളൊരു കളക്ഷൻ ഓഫ് ഓബ്ജക്റ്റ് അല്ലെ നമ്പേഴ്സ് അല്ലെ തിങ്സ് ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഈച്ച് ഓബ്ജക്റ്റ് ഇൻ എ സെറ്റ് ഈസ് കോൾഡ് എലമെൻറ്റ്സ് ഓർ മെമ്പർ ഓഫ് ദ സെറ്റ്സ്. അപ്പോൾ ഇത് നോക്കി നോക്ക്. ഇവരില്ലേ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 1 2 3 4 അതായത് ഈ കേളി ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിട്ടുള്ള ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത്? എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് അല്ലെങ്കിൽ മെമ്പർ ഓഫ് ദ സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നോക്ക്. എ ഈസ് ഈക്വൽ ടു 1 2 4 6 8. ദിസ് ഈസ് എ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10. 10നേക്കാളും കുറഞ്ഞ സെറ്റുകളുടെ സെറ്റാണിത്. ബി ഈസ് ഈക്വൽ ടു ആപ്പിൾ ബനാന മാംഗോ. ദിസ് ഈസ് എ സെറ്റ് ഓഫ് ഫ്രൂട്ട്സ്. അപ്പോൾ ഇത് ആര് പറഞ്ഞാൽ എല്ലാവരുടെയും ഇത് വെൽ ഡിഫൈൻഡ് ആണ്. ഇത് ആപ്പിൾ ഫ്രൂട്ടാണ്, ബനാന ഫ്രൂട്ടാണ്, മാംഗോ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതെന്താണ്? ഫ്രൂട്ടുകളുടെ ഒരു കളക്ഷനാണ് അല്ലേ. ഇതിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുകയാണ്. റെപ്രസെൻറ്റേഷൻ, നമുക്കിപ്പോൾ സെറ്റിനെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2 വേസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഒന്നാമത്തത് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ലിസ്റ്റിംഗ് മെത്തഡ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? വി ലിസ്റ്റ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻസൈഡ് ദ കേളി ബ്രാക്കറ്റ്. കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളിതിനെ എന്താക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, അപ്പം നമ്മളൊരു സെറ്റ് എഴുതണം. ബി ഈസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് ഇടുക. കേളി ബ്രാക്കറ്റ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം എന്താണ് ഇതന്നെ കൊടുക്കുക. സ്മോൾ എ ബി സി ഡി ഇങ്ങനെ കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ എഴുതുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കണം. പേര് കൊടുക്കുക നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പം 2 കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് അതിലുള്ള മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ് അല്ലെ എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ്, ഇതിനെയാണല്ലോ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എഴുതുന്നത്. ഇതിനെ കോമ ഇട്ടിട്ട് നമ്മൾ വേർതിരിച്ച് എഴുതുക. എന്നിട്ട് എലമെൻറ്റ്സ് ഓഫ് ദ കേളി ബ്രാക്കറ്റ്, എന്നിട്ട് നമ്മൾ ഇതിനുള്ളിൽ കോമ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയെന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് എക്സാമ്പിൾ നോക്കി. ഈസ് ഈക്വൽ ടു 1 2 3 4 5 വന്നു. ഇനി അടുത്തതാണ് എന്തെന്ന്? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ റൂൾ മെത്തേഡ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലുള്ള അതിൻ്റെ എലമെൻറ്റ്സിൻ്റെ ക്യാരക്ടർ അല്ലെ പ്രോപ്പർട്ടി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. എന്താണ് ആ എലമെൻറ്റ്സ്, അതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് എന്താണ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതുക. ഇതുവരെ നമ്മൾ എന്താണ് എലമെൻറ്റ് എന്നുള്ളത് ഒരു കേളി ബ്രാക്കറ്റിനുള്ളിൽ കോമ ഇട്ടിട്ട് നമ്മൾ എഴുതിയതാണ് ചെയ്തത്. ഇനി അതിലുള്ള എലമെൻറ്റിൻ്റെ ക്യാരക്ടറിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്താണ് സംഭവം, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്.
അപ്പോൾ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ സെറ്റ് ബിൽഡർ ഫോം അല്ലേ, അപ്പോൾ അത് നോക്കി നോക്ക്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി നോക്ക്. നമുക്ക് എന്താണ് A ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ 1 2 3 4 5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുകയാണ്. സെറ്റ് ബിൽഡർ ഇതാണ് എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ്. 1 2 3 4 5 എന്ന് പറയുന്നതാണ് എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ്. ആ എലമെൻറ്റ്സിൻ്റെ ക്യാരക്ടർ എന്താണ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അന്നേരം A ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഇങ്ങനെ എഴുതുക. എക്സ് സച്ച് ദാറ്റ് ഈ എക്സ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സിനാണ്. എക്സ് ഈസ് എക്സ്, ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഈസ് എക്സ് എന്ന് പറയുന്നത് ഇതെല്ലാം 1 2 3 4 5 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സാണ്. ഇവിടം വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. ലെസ് ദാൻ 6 അല്ലേ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ഇങ്ങനെ എഴുതാലോ. അതായത് തന്നിരിക്കുന്ന എലമെൻറ്റ്സിൽ, അതായത് മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റിൻ്റെ ക്യാരക്ടറിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. അതിനെയാണ് എന്തിൽ പറയുന്നത്, സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡിൽ പറയുന്നത്. അപ്പോൾ ഇൻ സെറ്റ് ബിൽഡർ ഫോം വി റൈറ്റ് റൂൾ, അതിൻ്റെ റൂൾ അല്ലെങ്കിൽ കണ്ടീഷൻ എങ്ങനെ എവരി എലമെൻറ്റ് ഓഫ് സെറ്റ് ഫോളോസ് ചെയ്തിട്ടുള്ള അതിൻ്റെ റൂൾ, എന്തൊക്കെ റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ എലമെൻറ്റ്സിനെ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എന്താണ്, അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. അതാണ് സെറ്റ് ബിൽഡർ ഫോം. മറ്റേ നമ്മൾ എന്താണെന്നുള്ളത് എലമെൻറ്റ്സ് കോമയായിട്ട് കളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്നു. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് ഫൈനൈറ്റ് സെറ്റ്, ടൈപ്സ് ഓഫ് സെറ്റുകൾ എന്ന് പറഞ്ഞാൽ കുറേ ഡിഫറെൻറ്റ് സെറ്റുകളുണ്ട് കേട്ടോ. ഫൈനൈറ്റ് സെറ്റ് ഉണ്ട്, ഇൻഫൈനൈറ്റ് സെറ്റ്, എം ടി സെറ്റ്, അപ്പോൾ ഈക്വൽ സെറ്റ് അങ്ങനെയുണ്ട്. അപ്പോൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സെറ്റിലുള്ള എലമെൻറ്റ്സിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും. നമുക്ക് പറയാൻ പറ്റും ഇത്ര വരെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണ്, കടലില്ല വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ, അതൊക്കെ ഇൻഫൈനൈറ്റ് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റും എത്ര ഇൻഫൈനൈറ്റ് ആണ്, കുറേ ഉണ്ട്. പക്ഷേ നമുക്കൊരു കണ്ടീഷൻ വെക്കുകയാണ്, അതായത് 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എന്താണ്, അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് പറയാതെ ഫൈനൈറ്റ് ആണ്. അപ്പോൾ ഹാസ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇപ്പോൾ നോക്കി നോക്ക്, A ഈസ് ഈക്വൽ ടു നമ്മൾ 1 2 3 4 എന്ന് എഴുതി. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനൈറ്റ് നമ്പർ 4 വരെ ഉള്ളൂ, 4 എലമെൻറ്റ്സേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അത് ഫൈനൈറ്റ് ആണ്. അതേസമയം നമ്മൾ വേറൊരു സെറ്റ് എടുക്കുക. അപ്പോൾ അതാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് എലമെൻ്റ് ആയിരിക്കും. നമ്മൾ B എടുക്കുകയാണ്, B എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കുകയാണ് 1 2 3 4 എക്സെട്രാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ എക്സെട്രാ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് അറിയില്ല അത് എവിടം വരെ ഉണ്ടെന്ന്, അത് എക്സെട്രാ അങ്ങ് ഇൻഫിനിറ്റി വരെ പോവുകയാണ്. അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ എലമെൻറ്റ്സ് എന്നത് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പേഴ്സ്. അതായത് നമ്മളിതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് B ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, സെറ്റ് ബിൽഡർ എന്ന് പറയുമ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം അല്ലേ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫൈനൈറ്റ്. ഇനി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ല, നള്ളാണ്, നൾ സെറ്റാണ്. അപ്പോൾ ആ ഒരു എലമെൻറ്റും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ നൾ സെറ്റ് എന്ന് പറയാം. അതിന് സിമ്പിൾ എന്താണ്, ഒരു 0 ഇട്ടിട്ട് വരയിടുക, ഇതാണ് സിമ്പിൾ എന്ന് പറയുന്നത്. അതിവിടെ നോക്കി നോക്കുക, C ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ 0 എക്സ് ബിലോങ്സ് ടു N. അതായത് 0-നേക്കാളും എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. ഇത് ഉദ്ദേശിക്കുന്ന റോസ്റ്റർ ഫോമിൽ എഴുതിയത് നോക്കി നോക്കുക, എക്സ് ലെസ് ദാൻ 0 എക്സ് ബിലോങ്സ് ടു N ഈക്വൽ ടു നള്ളായിരിക്കും. കാരണം എന്താണ്, എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. ഈ 0-നേക്കാളും ചെറുതായിരിക്കണം എക്സ്. 0-നേക്കാളും ചെറിയ നാച്ചുറൽ നമ്പർ ഉണ്ടോ, അപ്പോൾ അതെന്താണ് നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ് എന്ന് പറയും. ഇനി ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെൻ്റ് ആയിരിക്കും. അതായത് രണ്ട് എലമെൻറ്റും സെയിം ആയിരിക്കും. അതിപ്പോൾ നോക്കി നോക്കുക, 1 2 3 ഈക്വൽ ടു 3 1 2. ഓർഡർ നമുക്ക് ഒരു കൺസിഡർ ചെയ്യേണ്ട, നമുക്ക് സെറ്റിൻ്റെ ഉള്ള എലമെൻറ്റ്സ് നമുക്ക് ഏത് ഓർഡറിലും എഴുതാം. അപ്പോൾ 1 2 3 എന്ന് പറയുന്നത് തന്നെയാണല്ലോ 3 1 2. അപ്പോൾ ഇതെന്താണ്, ഈക്വൽ സെറ്റാണ്. നെക്സ്റ്റ് ആണ് സബ്സെറ്റ് അല്ലെങ്കിൽ എവരി എലമെൻറ്റ് ഓഫ് വൺ സെറ്റ് ഇൻ എനദർ. അത് ഒരു സെറ്റിലുള്ള എല്ലാ എലമെൻറ്റും മറ്റേ സെറ്റിലുള്ള എലമെൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, സബ്സെറ്റ് എന്ന് പറയും. സബ്സെറ്റ് എന്ന് പറയും. ഇത് ഇതിൻ്റെ സബ്സെറ്റാണ്. പ്രോപ്പർ സബ്സെറ്റ് എന്ന സബ്സെറ്റ് ബട്ട് നോട്ട് ഈക്വൽ ടു ദ മെയിൻ സെറ്റ്. അതായത് മെയിൻ സെറ്റിന് ഈക്വൽ ആയിരിക്കില്ല, പക്ഷെ അത് സബ്സെറ്റ് ആയിരിക്കും. ഒരു എലമെൻറ്റിൽ ഒരു ഇതിലുള്ള സബ്സെറ്റ് ആയിരിക്കും, പക്ഷെ എന്താണ്, അത് ഈക്വൽ ആവണമെന്നില്ല.
രണ്ട് ഡിഫോം കണ്ടില്ല, ഇവിടെ 1 2 3 എന്നുണ്ട്, ഇവിടെ 1 2 ഉള്ളൂ. ഇത് ഇതിൻ്റെ സബ്സെറ്റാണ്, ഇത് ഇതിൻ്റെ പ്രോപ്പർ സബ്സെറ്റുമാണ്. അപ്പോൾ ഈക്വൽ ആവില്ല സബ്സെറ്റ്, ബട്ട് നോട്ട് ഈക്വൽ ടു ദ മെയിൻ സെറ്റ്. ഈ മെയിൻ സെറ്റിന് ഈക്വൽ ആവില്ല അത്. ഇനി യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എല്ലാ, അതായത് മറ്റുള്ള സെറ്റുകളിലുള്ള എല്ലാ എലമെൻറ്റും എന്തായിരിക്കും? ആ യൂണിവേഴ്സൽ സെറ്റിൻ്റെ അണ്ടറിലായിരിക്കും, അതായത് എല്ലാം അതിൽ പെടും. ഇപ്പോൾ ഞാൻ നോക്കുക, വേറൊന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ്, ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് U ഈസ് ഈക്വൽ ടു നമുക്ക് U is equal to universal set U is equal to എന്താണ് 1 2 3 4 5 എന്ന് എഴുതി. അപ്പോൾ എന്താണ് 5 എന്ന് എഴുതി. നമ്മൾ A is equal to എന്താണ് 1 2 എന്ന് എഴുതി. B എന്ന് പറയുന്നത് നമുക്ക് 3 4 എന്ന് എഴുതി. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ എലമെൻറ്റ് യുയിലുള്ള, അതായത് യൂണിവേഴ്സിറ്റിൻ്റെ പെടുന്നുണ്ട്. A ബിലോങ്സ് ടു യു ആണ്, B ബിലോങ്സ് ടു യു ആണ്. യു എന്താണ്? യു എല്ലാ സെറ്റുകളിലുള്ള എലമെൻസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മളെന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് നോട്ട് ഇൻ എ സെറ്റ് ബട്ട് ഇൻ ദ യൂണിവേഴ്സൽ സെറ്റ്. കോംപ്ലിമെൻറ്റ്, ഇപ്പോൾ ഒരു എന്താണ്, നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാണ്. ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് U ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതിയല്ലോ 1 2 3 4 5 എന്ന് എഴുതി. ഇനി നമ്മൾ A ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുകയാണ് 3 4 എന്ന് എഴുതി. A കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? A കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ Aയിൽ ഉണ്ടാവില്ല, പക്ഷേ A കോംപ്ലിമെൻ്റുള്ള എലമെൻ്റൊക്കെ യൂണിവേഴ്സൽ സെറ്റിലുണ്ടാവും. അതായത് ഇപ്പോൾ Aയിലുള്ള എലമെൻ്റ് അല്ലാത്ത എലമെൻറ്റ് 1 2 5 ഇതെന്താണ്? Aയിലുണ്ടോ? ഇല്ല, പക്ഷേ യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? എ കോംപ്ലിമെൻറ്റിന് നമുക്ക് എന്ത് പറയാം? യൂണിയൻ മൈനസ് എ എന്ന് എഴുതാം. അതായത് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെൻറ്റിൻ്റെ അകത്തുനിന്ന് എ എന്ന് പറയുന്ന സെറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിനെയാണ് ബട്ടിൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. ഇനി നമുക്കിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്? കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജക്റ്റ്, അതായത് സെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു? ഒരു കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജക്റ്റ് ആണെന്ന് പഠിച്ചു. പിന്നെന്താണ്? നമുക്കത് ഏതൊക്കെ ഇതിൽ എഴുതാമെന്ന് പഠിച്ചു അല്ലേ? ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എ വെൽ ഡിഫൈൻഡ് ഓബ്ജക്റ്റ് ആണെന്ന് പഠിച്ചു. പിന്നെ അതിനെ നമ്മൾ രണ്ട് രീതിയിൽ റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും എഴുതാമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെ ടൈപ്സ് ഓഫ് സെറ്റ്സ് പഠിച്ചു. ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, ഈക്വൽ സെറ്റ് എല്ലാം പഠിച്ചു അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിച്ചിരിക്കുന്നത്. ഇനി ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും